ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ ഡെവിളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു മുന്നറിയിപ്പാണുള്ളത്. അതായത് നിങ്ങളുടെ ശക്തി മനസ്സിലാക്കി നിങ്ങളെ പിറകോട്ട് വലിക്കാനായിട്ട് ആരോ ഇവിടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത തരത്തിൽ ചിലപ്പോൾ വാക്കാലോ പ്രവൃത്തിയാലോ ചിലപ്പോൾ അങ്ങനെ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അർത്ഥമാക്കുന്നത് നിങ്ങൾ അത്രയധികം ഇവിടെ ശക്തി സംഭരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ചുറ്റുമുള്ളവരുടെ, അതായത് നിങ്ങൾക്ക് സംശയമുള്ളവരുടെ പെരുമാറ്റങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ ആൾക്കാരും ഒരുപോലെയല്ല. പലരും പലതരത്തിലുള്ള എനർജി ലെവൽ ഉള്ളവരാണ്. ചിലപ്പോൾ അസൂയുള്ളവരുണ്ട്, നമ്മൾ മുന്നോട്ട് പോകണ്ട എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. ഇവരിൽ നിന്നൊക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു വൈബ്രേഷൻ അത്ര നല്ലതായിരിക്കില്ല. അതാണ് ഈ ഒരു ഡെവിള് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ചിലരൊന്ന് മനസ്സുകൊണ്ട് ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ്. അത്തരം ആൾക്കാരുടെ ഒരു എനർജി ഇതിലുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതായത് നമ്മുടെ വിജയങ്ങളൊന്നും തന്നെ തൽക്കാലത്തേക്ക് ആരോടും പറയാതിരിക്കുക എന്നാണ്. അതായിരിക്കും നല്ലത്. നമ്മുടെ പ്ലാനിങ്ങുകളൊന്നും മറ്റാരോടും പറയാതിരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകളോട് പോലും പറഞ്ഞാൽ അവരിലൂടെ നിങ്ങൾക്ക് ആ ഒരു നെഗറ്റീവ് നൽകുന്നവർ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവർ ആ ഒരു വാർത്ത കേൾക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ തടസ്സങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങളുടെ വിക്ടറി നിങ്ങൾ ആരോടും പറയാതിരിക്കുക എന്നാണ്. നിങ്ങൾക്ക് അതായത് എന്ത് വന്നു ചേർന്നാലും, ഇതിപ്പോൾ ജോലിയായാലും നിങ്ങളൊരു യാത്ര പോകുന്ന കാര്യമായാലും അത് എന്തായാലും ആരോടും ഒന്നും തന്നെ നിങ്ങൾ ഈ ഒരു സമയം ഷെയർ ചെയ്യാതെ നിങ്ങളൊന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് ഈ ഒരു സമയം നിങ്ങളുടെ വിജയത്തിന് നല്ലതെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ക്യൂൻ ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളെല്ലാം ഇനി സ്ട്രോങ് ആയിരിക്കും എന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളെ സന്തോഷങ്ങളൊക്കെ നിങ്ങളെ മാറ്റി വയ്ക്കാൻ ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ജ്വാല നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു എന്നാണ്. നിങ്ങൾക്ക് നടക്കാതെ പോയ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് ചെയ്തു തീർക്കണമെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ടാവാം. അപ്പോൾ അവരെ നിങ്ങളിവിടെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തിയെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങളിൽ ദൃഢമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. കോൺഫിഡൻസോട് കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പിറകിൽ കുറേ ആൾക്കാർ നിങ്ങളെ ഇവിടെ സഹായിക്കാനുണ്ട് എന്നൊരു തോന്നൽ അല്ലെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിൽ ചില സാഹചര്യങ്ങൾ, ചില അവസരങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു എനർജി കൂടിയുണ്ട്. മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. നിങ്ങൾ ഇമോഷൻസിനേക്കാളും നിങ്ങളുടെ ആക്ഷന് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടാക്കുന്ന ഒരു
സമയമാണ്. അത് ജോലിയിലുള്ള ആ ഒരു പ്രമോഷൻ ആകട്ടെ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ മാറി നിങ്ങളുടെ നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് നികത്താൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ നിങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് ആഗ്രഹങ്ങളായി മാത്രം ഇരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ, അത് ഈ ഒരു സമയം റിയലായിട്ട് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത നല്ല കാര്യങ്ങൾ, അതിപ്പം നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചതാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് ഒരു സ്ഥാപനം തുടങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്തതാവാം. അപ്പോൾ അതിനുള്ള ആ ഒരു ഫലം ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ ഇതൊരു കർമ്മഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങൾക്കുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു എനർജിയുമുണ്ട്. ഇപ്പോൾ അത് സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യമാവാം, അത് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾക്ക് സഹായം ചെയ്ത് കൊടുക്കത്തക്ക രീതിയിൽ നിങ്ങളിലേക്ക് പൈസ എത്തിച്ചേരുന്ന ഒരു എനർജിയും ഉണ്ട്. കാരണം നിങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. മാത്രമല്ല ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെയൊക്കെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില സഹായങ്ങളും ചില ആളുകളുടെ സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു മറ്റൊരാളിൽ നിന്നൊരു ഗൈഡൻസ് ലഭിക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സഹായമാവാം. അപ്പോൾ അത്തരത്തിൽ ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും അതായത് നിങ്ങൾക്ക് ശരിക്കും ഒരു ഓഫറുമായിട്ട് ആരോ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തെ തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഓഫറുമായിട്ടാണ് നിങ്ങളിലേക്ക് ചില ആളുകൾ വരുന്നത് എന്നാണ്. അപ്പോൾ ഈ ഒരു നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് അങ്ങനെയാണ് പറയുന്നത്. അതായത് വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ഈ ഒരു നെഗറ്റിവിറ്റി, അതായത് ഇവിടെ കുറേ ആളുകൾ ഒരു 4 ഓഫ് കപ്സും 5 ഓഫ് കപ്സും ഒക്കെ വന്നിട്ടുണ്ട്. അതായത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള എനർജിയിലിരിക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു നെഗറ്റിവിറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ, അതായത് നിങ്ങളോട് ശത്രുതയുള്ള ആ ഒരു ആൾക്കാരൊക്കെ പെട്ടെന്ന് നിങ്ങളിൽ നിന്ന് പോകും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി ലെവലൊന്ന് നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂവിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, നിങ്ങളുടെ നഷ്ടത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ഒരു നഷ്ടമൊക്കെ മാറി അതൊക്കെ ലാഭങ്ങളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങളുടെ ഈ ഒരു സ്ട്രഗിളൊക്കെ ഒന്ന് അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അബണ്ടൻസ് വരുമെന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ നിങ്ങൾക്കൊരു നല്ല ഓഫറുമായിട്ടൊരു വ്യക്തി വരുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അത് റിലേഷൻഷിപ്പിലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തി തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാവാം. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലൊരു മറ്റൊരു വ്യക്തി നിങ്ങൾക്കൊരു ഓഫറുമായിട്ട് വരുന്നതുമാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കരിയറിലാണ് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ എൻജോയ് ചെയ്തിരുന്ന ഒരു ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ അതായത് നല്ലൊരു കരിയർ ഓഫർ നിങ്ങൾക്ക് വരുന്നതുമാവാം. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ഹെർമിറ്റിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്, നിങ്ങൾക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങളും എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മറ്റുള്ളവരെ മെൻറ്റർ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ഇവിടെ പറ്റുമെന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വഴികാട്ടിയാണ് നിങ്ങളെന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. അതായത് നിങ്ങൾക്ക് പാസ്റ്റിൽ കുറേ മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്തിനു വേണ്ടിയാണ് എന്ന് ഈ സമയം നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ ചില അവസരങ്ങൾ വരുമെന്നുള്ളതാണ്. അപ്പോൾ കുറേ വേദനകളൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എന്തിനാണ്, ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായത് എന്തിനാണ്,
കുറേ വ്യക്തികളെ കണ്ടുമുട്ടിയത് എന്തിനാണ് എന്നൊക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ആ ഒരു ഉത്തരം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡിവൈനിൽ നിന്ന് ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കുറേ ആളുകൾക്ക് ഈ സമയം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ അങ്ങനെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ ചോദിച്ചിരുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ സമയം നിങ്ങൾക്കത് ഇൻഡ്യൂഷനായിട്ട് വരാനുള്ളൊരു സാധ്യതയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അതിനെക്കുറിച്ച് ഒരു മെസ്സേജ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ കഴിവും ശക്തിയും ഒക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നാണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള ആ ഒരു വഴികാട്ടി നിങ്ങളുടെ സോള് തന്നെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഈ സമയം നിങ്ങളിൽ വരുന്ന തോന്നലുകളെ നിങ്ങൾ വെറും തോന്നലുകളാക്കി അവഗണിക്കാതിരിക്കുക എന്നാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി നിങ്ങൾ വളർത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വരുന്ന ഇൻഡ്യൂഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. അത് നിങ്ങളെ മുന്നോട്ട് നയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കിവിടെ. അതായത് നിങ്ങളുടെ ഇൻഡ്യൂഷനായിട്ട് അത് ഡിവൈൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ചാരിറ്റിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഭയപ്പെടുന്നത് പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ചാരിറ്റ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നിങ്ങൾക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ആവശ്യമായ കരുത്തും അതുപോലെ സാഹചര്യങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് റിസീവ് ചെയ്താൽ മാത്രം മതി എന്നാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ മാത്രമായിരിക്കാം. നമ്മളുടെ മുന്നിൽ എത്ര മോശം സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കും വേണമെങ്കിൽ പോസിറ്റീവ് ആകാനുള്ള 1-2 കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ അത് കാണാതെ നമ്മുടെ പ്രശ്നങ്ങളെ മാത്രം കണ്ട് ഇങ്ങനെ ഡിപ്രഷനിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എത്ര വലിയ പ്രശ്നങ്ങളായാൽ പോലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളും നിങ്ങളുടെ മുന്നിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്കതിൽ നിന്നും മാറിപ്പോവുക തന്നെ ചെയ്യാൻ സാധിക്കും എന്നാണ്. ഇപ്പോൾ സാമ്പത്തികപരമായിട്ടൊക്കെ വിഷമത്തിലിരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് നല്ലൊരു സഹായം വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകളും വിഷമങ്ങളും ഒന്നും ദൈവം കാണാതിരിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു ദൈവത്തിൻ്റെ കരങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഇത് വിക്ടോറിയൻ സക്സസ് ആണ് ഈ ഒരു ചാരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ നിങ്ങളുടെ നിയന്ത്രണത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കാതിരുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിൽ നിന്നും മുന്നോട്ട് പോകാൻ ഇവിടെ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അതായത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആകാം. ആ ഒരു വ്യക്തി നിങ്ങൾ തമ്മിലുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങളിലേക്കൊന്ന് റീകണക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിലുള്ളത്. അതായത് കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു റീകൺസിലിയേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ സമയം കാണാൻ കഴിയുന്നത്. ഈ ഒരാളിനോട് ഈ അടുത്ത സമയത്ത് ഒരു മെസ്സേജോ കോളോ ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ഇമോഷൻസൊക്കെ ഒന്ന് നിങ്ങൾ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എന്തോ ഒരു മാനസാന്തരമൊക്കെ വന്ന് നിങ്ങളെ വിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനോ നിങ്ങളുടെ അടുത്തേക്ക് വരാനോ ഒക്കെ ഒരു തീരുമാനമെടുത്ത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്.
അപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ഡിസ്റ്റർബ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ വളരെ സന്തോഷത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സെപ്പറേറ്റഡ് ആയിരുന്ന ആളുകൾക്ക് വീണ്ടും ഒരു യൂണിയൻ ഉണ്ടായേക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ തരാനുള്ളൊരു മനസ്സ് ആ വ്യക്തി കാണിക്കുന്നതായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ചില ആളുകളെ കണ്ടുമുട്ടുന്ന ഒരു സാഹചര്യമാണ്. സോൾ കണക്ഷനുള്ളൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നൈറ്റ് ഓഫ് സോൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ശരിക്കും എപ്പോഴൊക്കെയോ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിരുന്ന ഒന്നിലധികം കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ വീണ്ടും ആക്റ്റീവ് ആക്കി എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ ബുദ്ധിപരമായ നീക്കം നടത്തുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എടുത്തു ചാടി ഒരു തീരുമാനങ്ങളും എടുക്കാതെ എന്നാൽ വളരെ സ്പീഡിൽ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. കുറേ ചലഞ്ചസ് ഫേസ് ചെയ്യാനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ ചലഞ്ചസ് ഒക്കെ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക്, അതായത് ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ താല്പര്യമുള്ള ഒരു സമയമാണ് എന്ന് പറയാം. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ചേഞ്ച് നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ്. ചില ആൾക്കാർ, അതായത് നിങ്ങളെ വിട്ടിട്ട് പോയ ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ തുടങ്ങി വെക്കുന്നതുമാവാം. അതല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത എന്തോ ഒരു കാര്യത്തിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതുമാവാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ മുന്നിൽ. പക്ഷേ നിങ്ങളതൊന്ന് റിവ്യൂ ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്ന കുറച്ച് ആളുകളുടെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. മുന്നിലുള്ള പല കാര്യങ്ങളും ചെയ്യാതെ, അതായത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു എനർജിയാണ്. കാരണം നമ്മളിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു എനർജി, അതായത് നിങ്ങളുടെ നെഗറ്റീവ്സിൽ മാത്രം നിങ്ങളിവിടെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു നിരാശ ബാധിച്ച പോലത്തെ ആ ഒരു എനർജിയിലാണ് നിങ്ങളിൽ ചില ആളുകളെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളിവിടെ ഒന്ന് ആക്റ്റീവ് ആവുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് യാത്ര പോവുക, മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് മുന്നിൽ സന്തോഷിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അതായത് നിങ്ങളിൽ ഇപ്പോൾ ഇല്ലാത്ത എന്തോ ഒന്നിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത്തരം സിറ്റുവേഷൻസ് ഇവിടെ മാറി തുടങ്ങുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സാധ്യതകളെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ കാണാത്ത എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതൊരു നിധിയാണ്. ഇപ്പോൾ വേറെന്തെങ്കിലും ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ലായിരിക്കാം നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കിപ്പം വരാൻ പോകുന്ന ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും, അതായത് അതിലും മേലെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറം ഒരു സന്തോഷം, ദൈവത്തിൻ്റെ ഒരു കരുതൽ എന്നൊക്കെ പറയാം. ആ ഒരു കരുതൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ളൊരു മെസ്സേജാണ് ഇത്. ശരിക്കും എന്തോ ഒരു കാര്യം നിങ്ങൾക്കിവിടെ മിസ്സിംഗ് ആണ്. അപ്പോൾ ആ ഒരു മിസ്സിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക എന്നാണ്. എന്തെന്നാൽ അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മുന്നിലുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റാതെ വരും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങളൊന്ന് ഉയർത്തെഴുന്നേറ്റ് വരാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. മാത്രമല്ല ഇവിടെ 5 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തത്, അതിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഫോക്കസ് ചെയ്തിരുന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് റീകൺസിലേറ്റ് ചെയ്തു വരുന്നു എന്നാണ്. കാരണം 2 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ നഷ്ടബോധത്തിലൊക്കെ ഇരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു
നഷ്ടബോധമൊക്കെ മാറി ഇപ്പോൾ ഒന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള സമയം ആയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അതായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ ഏറ്റവും ബെറ്ററായിട്ടുള്ള, ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ കാണാതിരിക്കുന്നു എന്നാണ്. ഒരുപാട് തരത്തിൽ പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇതിൽ റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നമായ ആൾക്കാർ, അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയത്, പാസ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം, അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മാത്രം ഇങ്ങനെ ഫോക്കസ് ചെയ്യാതെ ഇപ്പോൾ നിങ്ങൾക്കുള്ള നന്മകളിൽ ഒന്ന് നോക്കാനാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എന്താണ് ഉള്ളതെന്ന് നിങ്ങൾ കാണുന്നില്ല, അതൊന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയം സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓഫർ തീർച്ചയായിട്ടും വരുന്നുണ്ട്. നിങ്ങളത് ഈ ഒരു വിഷമത്തിൻ്റെ എനർജിയിൽ ഇരുന്നാൽ നിങ്ങൾ വീണ്ടും വീണ്ടും അട്രാക്റ്റ് ചെയ്തെടുക്കുന്നത് വിഷമങ്ങൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു സമയം ഇരിക്കാൻ ശ്രമിക്കുക എന്നാണ് നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇപ്പോൾ നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും ആളുകൾ വരുന്ന ഒരു സമയമാണ്. അത് നിങ്ങളുടെ ജോലിയിലായിരിക്കാം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കി തരാനായിട്ട്, നിങ്ങളെ അത് പഠിപ്പിച്ച് തരാൻ ആരെങ്കിലും ചിലപ്പോൾ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ആളുകളെ ദൈവം നിയോഗിക്കുന്ന ഒരു സമയമാണ് ഇത്. ചിലപ്പോൾ അതൊരു ഗൈഡൻസിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തിലൂടെ നിങ്ങളുടെ ആ ഒരു എനർജി ലെവലുമായിട്ട് ഉള്ള ആൾക്കാരുമായിട്ടൊരു കണക്ഷൻ ഈ ഒരു സമയം ഉണ്ടാകുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. ഇത് ചില ആളുകൾക്ക് നിങ്ങൾ 2 or 3 ആളുകൾ ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുന്നതുമാവാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തുടങ്ങി വെക്കാൻ ഇവിടെ സാധിക്കും എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പുറത്തു നിന്നും ഒരു ഗൈഡൻസിൻ്റെയും ആവശ്യമുണ്ടാവില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുമെന്നാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് ചോദിക്കുക, ഈ ഒരു കാര്യം ഞാൻ ചെയ്യേണ്ടതുണ്ടോ, ഇത് എൻ്റെ ആ ഒരു ഡെസ്റ്റിനിയിലുള്ളൊരു കാര്യമാണോ എന്നൊക്കെ നിങ്ങളൊന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്തു കാര്യത്തിനും ആ ഒരു ഉത്തരം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് കാര്യത്തിനാണോ ഗൈഡൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു ഗൈഡൻസ് നമ്മളുടെ ആ ഒരു ഇൻറ്റ്യൂഷനിലൂടെ തന്നെ കിട്ടുമെന്നുള്ളതാണ്. നിങ്ങളുടെ സോള് ഈ ഒരു സമയം എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ സോള് എക്സ്പീരിയൻസ് ചെയ്യുമെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊരു സൈക്കിക് എബിലിറ്റിയുടെ ഒരു കാർഡാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് നിങ്ങളോട് പറയുന്നത്. മറ്റുള്ളവർ പറയുന്നതിലുപരി നമുക്ക് തോന്നുന്ന കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത ഒരു വിഷമമൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലിരിക്കുന്ന ആളുകളും ഉണ്ടാവാം. അത്തരത്തിലൊരു എനർജി ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഭയത്തെ നിങ്ങൾ വിട്ടുകളയുക എന്നാണ്. മാത്രമല്ല ഈ ഒരു സമയം യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന സൈൻ, അടയാളങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഡിവൈനുമായിട്ട് ശരിക്കും കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടേതായ ഒരു ഇരിപ്പിടം ഉണ്ടാക്കി അവിടെ നിങ്ങൾ ഇരിക്കുക എന്നാണ്. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാനേ പറ്റുകയുള്ളൂ എന്നൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ മാറ്റണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ആയാലും നമ്മളുടെ സുഹൃത്തുക്കളെ ആയാലും അവരെ ആശ്രയിക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവരുണ്ടെങ്കിലേ നമുക്ക് പറ്റുകയുള്ളൂ, മറ്റൊന്നും എനിക്ക് സാധിക്കില്ല, അങ്ങനത്തെ ഒരു ആശ്രയത്വം അത് നിങ്ങൾ മാറ്റുക എന്നാണ്.
നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനൊന്ന് ശ്രമിക്കുക എന്നാണ്. ആരെയും അവോയ്ഡ് ചെയ്യണം എന്നല്ല പറയുന്നത്. നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവണം, നമ്മളുടേതായ നിലപാടുകൾ ഉണ്ടാവണം. ഇപ്പോൾ എല്ലാ സമയവും എല്ലാവരും നമുക്കൊപ്പം കാണണമെന്നില്ല. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഫേസ് ചെയ്യേണ്ട പല സാഹചര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നേക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോഴേ തയ്യാറാവുക എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഒരു സമയം നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നത് ഫിനാൻസിനെ കുറിച്ചാണെന്നുള്ളതാണ്. അതായത് നമുക്ക് ഫിനാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റൂ. ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളിൽ ചിലർ അതിന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ സമയം നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു പൈസ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയും ഉണ്ട്. ഇത് നിങ്ങൾ ചിലപ്പോൾ മറ്റാർക്കെങ്കിലും കൊടുക്കേണ്ട ഒരു പൈസയാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്ത പൈസ അതിന് കിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ വിട്ടുകളഞ്ഞ ആ ഒരു പൈസയാകാം. അതായത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് പൈസ ചിലവഴിക്കാൻ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ 4 ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എനർജി ലെവലുമായിട്ട് കണക്റ്റഡ് ആകുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ചേരുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരിക്കണം എന്നാണ്. പ്രത്യേകിച്ചും അതൊരു സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ആകാൻ സാധ്യതയുണ്ട്. കുറേ ആൾക്കാരും സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിലൊക്കെ ചേർന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രീ വിൽ ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക, അതുപോലെ എല്ലാ കാര്യങ്ങളിലും പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള ആ ഒരു വിജയം, അത് നിങ്ങളുടെ കൂടെയുള്ളവരുമായി നിങ്ങൾ ആഘോഷിക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ അത് ഒരു ഇൻ്റർവ്യൂ പാസ്സായതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ലഭിച്ചതിനുള്ള പാർട്ടി ആവാം. അത്തരത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമൊത്ത് നിങ്ങൾ ഒത്തുചേരുന്ന ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വൈബുമായിട്ട് ചേരുന്ന തരത്തിലുള്ള ആൾക്കാരെ ഈ സമയം നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ കുറച്ചധികം ആൾക്കാരെ ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നു എന്നുകൂടി പറയാം. അതുപോലെ തന്നെ നിങ്ങളിവിടെ കുറച്ച് സെലിബ്രേഷൻസിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയും ഉണ്ട്. ചിലപ്പോൾ അതൊരു വിവാഹമാകാം, അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിംഗ് ആകാം. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുമൊത്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമൊത്ത് നിങ്ങൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തീരുമാനിക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ ഈ ഒരു സമയം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കുറേ ആൾക്കാർക്കും. അങ്ങനെയാണ് കാണുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിലാവാം. നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തോ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.